എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വ്യക്തിയിലേക്ക് സ്വാഗതം. കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽസ് പബ്ലിക് സ്കൂൾ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ ജൈത്രയാത്രയിൽ സ്കൂളിന് ഒരുപാട് നേട്ടങ്ങൾ നേടിത്തന്ന ഒരാളുണ്ട്. ലൂക്കിലെ പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ സാർ 3 വർഷമായി ഇവിടെ ലൂക്കില് പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നു. സാർ എത്തിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിന് വന്നു. അതുപോലെ തന്നെ പഠന മികവ്, പാഠ്യേതര വിഷയങ്ങളിലെ മികവ്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സ്കൂളിന് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഡോക്ടർ MK അബ്ദുൽ സത്താർ സാറിനെ ഇന്നത്തെ വ്യക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം. സാർ ഈ ലൂക്ക് സ്കൂളിൽ എത്തിയതിനു ശേഷം ഒട്ടനവധി നേട്ടങ്ങളാണ് സ്കൂളിന് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പൊ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അപ്പം ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് സാറിന്റെ? തീർച്ചയായും നമ്മള് വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് നോക്കി കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു തിരിച്ചറിവാണ് സ്കൂൾ വിദ്യാഭ്യാസം എന്നത് ഒരു അടിത്തറയാണ്, ബേസാണ്. ഈ ബേസ് നമ്മൾ എന്തിനടിസ്ഥാനത്തിലാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത്? ഇതൊരു വളരെ മൗലികമായ ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ നൽകേണ്ടത് എന്ന് എല്ലാവർക്കും ധാരണയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് പാടില്ല, ടെൻഷൻ പാടില്ല, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, അവരുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ പൂരിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ രക്ഷിതാക്കളും സമൂഹത്തിൽ പൊതുവെ ആളുകളും ഒരു ധാരണ. പുതുതായിട്ട് വരുന്ന നമ്മളുടെ പല ആളുകളുടെയും നിരീക്ഷണങ്ങളും അങ്ങനെയാണ്. പക്ഷേ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി നമ്മൾ കുഞ്ഞുങ്ങളെ ആ പ്രായത്തിന് വേണ്ടിയല്ല നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഈ കുഞ്ഞ് നാളെയുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം നമ്മൾ നൽകേണ്ടത്. തീർച്ചയായും നമ്മൾ KG, അതുപോലെ തന്നെ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, ഇതാണ് നമ്മളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘടന. അപ്പം എവിടെയാണ് ഈ കുട്ടിയെ എത്തേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ആ എത്തേണ്ടിടത്തേക്കാണ് നമ്മൾ കുഞ്ഞിനെ ചെറിയ പ്രായത്തിൽ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ എത്ര ദൂരം പോകാനുണ്ട് എന്നൊരു ധാരണയ്ക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, യാത്ര ആരംഭിക്കുക. അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ല നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറുന്നത് പോലെയല്ല ഒത്തിരി ദൂരമുള്ളൊരു യാത്ര നമ്മൾ ചെയ്യുക. അപ്പം സ്വാഭാവികമായും ഇത് അനസ്യൂതമായ ഒരു യാത്രയാണ്, ജീവിതയാത്രയാണ്. വിദ്യാഭ്യാസ യാത്ര മാത്രമല്ല, ജീവിതയാത്രയാണ്. ഇപ്പം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ പുതിയ പാഠ്യപദ്ധതി NEP വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കലാശാലകളിലെ, കോളേജുകളിലെ വിദ്യാഭ്യാസ രീതി മാറിയിട്ടുണ്ട്. ലോകം മുഴുവൻ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം നമ്മുടെ യുവതലമുറ അറിയുന്ന ആള് രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റോ അല്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ അറിയുന്ന ആളുകൾ എലോൺ മസ്ക് ആയിരിക്കും. എലോൺ മസ്ക് വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് കൂടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ള രാജ്യത്തിന്റെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു നിരീക്ഷണം പോലും നമ്മുടെ വിദ്യാഭ്യാസത്തെ നിന്ന് സ്വാധീനിക്കുന്നുണ്ട്. ശരിയാണോ എന്നുള്ളത് കാലം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അത് കേവലം ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് തോന്നുന്ന ഒരു തോന്നലിൽ വെച്ച് മാറ്റേണ്ട ഒന്നല്ല. നമ്മൾ നാളിതുവരെ സമൂഹം നേടിയ ജനാധിപത്യ മര്യാദകളും സാമൂഹിക അവബോധവും അറിവുണ്ടാകുന്നൊരു പ്രക്രിയ തന്നെയുണ്ട്. എപ്പിസ്റ്റമോളജി, അറിവുണ്ടാകുന്ന പ്രക്രിയ, ഒരു എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ഒരു അടിസ്ഥാനം അതിലുണ്ട്. അതുകൊണ്ട് കേവലം ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് തോന്നലില്ലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒരാൾക്ക് മാറ്റാവുന്ന നല്ല വിദ്യാഭ്യാസം. അങ്ങനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ കുറവുകൾ അതിൽ സംഭവിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി മൗലികമായി ചിന്തിക്കാൻ കഴിയുന്ന, തന്മയത്വമുള്ള, കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന നാളത്തെ പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ നമ്മൾ നടത്തുന്ന ശരിയായ രൂപത്തിലുള്ള തയ്യാറെടുപ്പാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് കേവലം രക്ഷിതാക്കളെ സംതൃപ്തിപ്പെടുത്തലോ ചുറ്റിലുമുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംസാരിക്കുകയല്ല, വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന വളരെ ഗൗരവമേറിയ ശാസ്ത്രീയമായ ഒരു രീതിയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെയുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഗംഭീരമായ ഒരു തുടക്കമായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. ലൂക്ക് സ്കൂളിന്റെ പ്രത്യേകതകളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? പൊതുവേ എല്ലാ സ്കൂളുകൾക്കും അവരുടേതായ ഒരു രീതിയുണ്ട്. അത് പൊതുവേ അത് ഉണ്ടായി വരുന്നത്
അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവിടെയുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ, അധ്യാപകർ, സമൂഹം, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ പോലും അതിൽ ഒട്ടനവധി കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് 2.5 വയസ്സിൽ കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാം. 3.5 വയസ്സ് കഴിഞ്ഞാൽ 4 വയസ്സായാൽ LKG എടുക്കുക, 5 വയസ്സിൽ UKG, 6 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാം. ഈ LKG, UKG, ഗ്രേഡ് 1, ഗ്രേഡ് 2 ഈ 4 ക്ലാസ് കഴിയുന്ന കുട്ടികൾ, 2-ാം ക്ലാസ് കഴിയുന്ന 8 വയസ്സായ കുട്ടി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷ തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും പഠിക്കും. മാത്തമാറ്റിക്സിലെ, ഗണിതത്തിലെ ബേസിക് അവർ പഠിക്കും, അടിസ്ഥാന ഗണിതം അവരെന്ത് ചെയ്യും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഗ്രേഡ് 1 മുതൽ നമ്മൾ AI ആൻഡ് റോബോട്ടിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അതിനെക്കുറിച്ച് സാമാന്യമായ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ 2-ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടി ഭാഷയിലും ഗണിതത്തിലും ഒരു ശാസ്ത്രീയമായ പരിസര പഠനത്തിലുമൊക്കെ ഉള്ളൊരു ധാരണ ഒട്ടിക്കുറയ്ക്കും. ഇനി 3, 4, 5 ക്ലാസ് കഴിയുന്ന കുട്ടികൾ സ്വാഭാവികമായും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പഠിക്കും. ഇൻഡിപെൻഡൻ്റ് ലേണിംഗിലേക്ക് കുഞ്ഞെത്തും. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, അവൻ്റെതായ രൂപത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും പഠിക്കും. ഇൻഡിപെൻഡൻ്റ് ലേണിംഗ്. സ്വാഭാവികമായും കുട്ടി 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സായി. 6, 7, 8 ക്ലാസ്സിലെ കുട്ടി ക്രിയേറ്റീവ് ലേണിങ്ങിലേക്ക് എത്തും. ക്രിയേറ്റീവ് റൈറ്റിംഗ്, ക്രിയേറ്റീവായ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കുറേ കൂടി ഊർജ്ജസ്വലമായി സർഗാത്മകത ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ കഴിയും. 9th, 10th ആവുന്നതോടുകൂടി കുറേ കൂടി ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് എത്തും. +1, +2 കഴിയുന്ന കുട്ടി മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രൂപത്തിലേക്കാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ ഘടനയുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും 33ഓളം എൻട്രൻസ് എക്സാം ഉണ്ട് ഇന്ത്യയിൽ. അത് JEE ആവട്ടെ, അതുപോലെ തന്നെ നീറ്റ് ആവട്ടെ, ഐക്കർ ആവട്ടെ, NDA ആവട്ടെ, തുടങ്ങി 33 CUET അടക്കമുള്ള 33ഓളം എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ എൻട്രൻസ് എക്സാമുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന റാങ്ക് അവരുടെ സ്കൂളിൻ്റെ കൂടി ഒരു വിലയിരുത്തലായിട്ടാണ് ഇന്ന് നമ്മൾ പൊതുവെ കാണേണ്ടത്. കാരണം A1 കിട്ടുക, A+ കിട്ടുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ സംഗതിയല്ല. കാരണം നമുക്ക് 15 വർഷം മുമ്പ് മുതൽ 1,50,000 കുട്ടികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഈ 15 വയസ്സ് വർഷം 30, 32 വയസ്സായ കുട്ടികളാണത്. ആ കുട്ടികളൊക്കെ ഇന്ന് അവിടെ പോയി. ആ കുട്ടികൾക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മൗലികമായ ഒരു ചോദ്യം ഇതാണ്: അവന് പരീക്ഷയിലാണോ A+ വേണ്ടത്, ജീവിതത്തിലാണോ A+ വേണ്ടത്? അവൻ്റെ ജീവിതം അവന് കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസം ഉപകരിക്കപ്പെടുന്നില്ല എങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ സ്പെൻഡിങ് മണി ആൻഡ് ദ എനർജി ഈസ് എ നാഷണൽ വേസ്റ്റ്. ചിലവാക്കപ്പെടുന്ന പണവും നമ്മുടെ ഊർജവും സമയവും ഒക്കെ ഒരു ദേശീയ നഷ്ടമെന്നാണ് ഗാന്ധി അഭിപ്രായപ്പെട്ടുള്ളത്. തീർച്ചയായും ഈ കുട്ടികളെ നമ്മൾ പോകേണ്ട വഴിയിലേക്ക് ഒരു കൃത്യമായ ഓരോ പ്രായത്തിനും അനുയോജ്യമാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കാണ് ലോക്ക് നമ്മളുടെ സംവിധാനം നിർവഹിക്കുന്നത്. എന്തെല്ലാം വാല്യൂസ് ആണ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്? തീർച്ചയായും വാല്യൂസിനെ കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, വാല്യൂസ് കാൺ ബി ടോട്ട്, ഇറ്റ് ക്യാൻ ബി കോട്ട്. മൂല്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതല്ല, അത് പിടിച്ചെടുക്കേണ്ടതാണ്. സ്വാഭാവികമായും ഇവിടെയാണ് ഏതൊരു സ്കൂളും പ്രസക്തമാവുന്ന വീടും. നമ്മൾ പൊതുവേ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടു. കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുതിയ സർക്കുലറുകൾ വരുന്നു, പോലീസ് സംവിധാനം വരുന്നു, എക്സൈസ് സംവിധാനം വരുന്നു, ഇതുകൂടാതെ ഷാഡോ പോലീസ് വരുന്നു, ഓരോ സ്കൂളുകൾക്കും പോലീസിന് ചാർജ് കൊടുക്കുന്നു, പിന്നെ ഡ്രഗ്സ് അതുപോലുള്ളതിന് നമ്മൾ അവയർനെസ് നടത്തുന്നു. സത്യത്തിൽ ഇത് ഒരു വലിയ തുടർച്ച ആവശ്യമുള്ള പ്രക്രിയയാണ്. കാരണം മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. വീട്ടിലും സ്കൂളിലും മൂല്യങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികൾ പകർത്തേണ്ടതാണ്. അപ്പോൾ മൂല്യങ്ങൾ പലതരത്തിലുണ്ട്. ഒന്ന് അപ്ഡേറ്റഡ് വാല്യൂസ്, കാലത്തിനനുസരിച്ച് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആൺകുട്ടികളും പെൺകുട്ടികളും ക്ഷയിക്കാൻ കൊടുക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തല്ല അത്ര അനുവദനീയമായിരുന്നു. അധ്യാപകരൊക്കെ ദേഷ്യപ്പെടും, ഒരേ ബെഞ്ചിൽ പോയി ആൺകുട്ടികളും പെൺകുട്ടികൾ എഴുതാൻ. ഇതൊരു അപ്ഡേറ്റഡ് വാല്യൂസ് ആണ്. കാലത്തിനനുസരിച്ച് കൊണ്ട് മാറുന്ന മൂല്യങ്ങളാണ്. ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സംസാരിക്കുന്ന രീതികൾ, ഭക്ഷണ രീതികൾ, പോട്ടെ വസ്ത്ര രീതികൾ, ഇപ്പോൾ ജീൻസൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾ, ഇതൊക്കെ നമ്മുടെ ഒരു അപ്ഡേറ്റഡ് വാല്യൂസ് ആണ്. കാലത്തിനനുസരിച്ച് കൊണ്ട് ദേശത്തിനനുസരിച്ച് കൊണ്ട് മാറും. എന്നാൽ എറ്റേണൽ വാല്യൂസ് എന്നുണ്ട്, അതായത് നമ്മുടെ എക്കാലത്തും പാലിക്കേണ്ട മൂല്യങ്ങൾ. അത് ലോക്ക് സ്കൂൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. സത്യം പറയുക, മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ജീവിതത്തിൽ വിനയം പാലിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ എറ്റേണൽ വാല്യൂസിലാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ആ വാല്യൂസാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്,
അവരിൽ ഒരു ജീവിത രീതി ഉറപ്പിക്കുന്നതിന് കാരണമായി തീരുന്നത്. നമ്മൾ ഒരാളുടെ വാല്യൂസിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ. അയാളിൽ എന്ത് വാല്യൂ ഉണ്ടെന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ റൂമിലേക്ക് കയറി വരുന്നു, കയറുന്നതിന് മുമ്പ് അനുവാദം വാങ്ങിക്കണം എന്ന് നമ്മൾ പറയുന്നു. ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുന്നു, വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുന്നു, വില്ലേജ് ഓഫീസർ പറയുകയാണ് നിങ്ങൾ കയറുന്നതിന് മുമ്പ് അനുവാദം വാങ്ങണം, ജസ്റ്റ് ടേക്ക് എ പെർമിഷൻ. അപ്പോൾ ഈ കടന്നു വന്ന ആൾ പറയാണ്, ഇത് ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനമാണ്, ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയാൻ നിങ്ങൾ കേൾക്കണം. ഈ മറുപടി, സോറി സാർ, ക്ഷമിക്കണം സാർ, ഞാൻ അനുവാദം ചോദിച്ച് കയറാം ഇനി മുതൽ. ഇതിൽ ഞാൻ ഈ അനുവാദം ചോദിച്ച് കയറാം എന്നുള്ളതും അതല്ല ഇത് ഞങ്ങളുടെ നാട് എന്ന് പറയുന്ന ധാർഷ്ട്യവും അയാളുടെ വാല്യൂ സിസ്റ്റത്തിന്റെ റിഫ്ലക്ഷനാണ്. ഇത് അയാളിൽ സ്കൂൾ പഠനകാലത്ത് ഉറയ്ക്കും. ഒരു 15 വയസ്സോടുകൂടി ആളുകളുടെ ക്യാരക്ടർ ഏകദേശമൊക്കെ എന്ത് ചെയ്യും, ഉറയ്ക്കുക. ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നതാണ് ക്യാരക്ടർ. എന്താണോ കാണുന്നതാണ് അയാളുടെ ക്യാരക്ടർ. അയാളുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് അയാളുടെ വാല്യൂസ്. അത് നമുക്ക് പെട്ടെന്ന് കാണുന്നില്ല. പക്ഷേ ഈ കാണുന്ന പ്രകടമായ ഈ ക്യാരക്ടറിൽ നമുക്ക് അയാളെ വിലയിരുത്താൻ പൊതുവെ കഴിയും. അപ്പോഴാണ് പൊതുവെ നിന്റെ അച്ഛൻ ആരാണ്, നീ എവിടെയാണ് ജനിച്ചത്, നീ പഠിച്ച സ്കൂൾ ആരാണ്, നിന്നെ ആരാ പഠിപ്പിച്ചതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള യഥാർത്ഥമുള്ള ഉത്തരങ്ങൾ ആ കുഞ്ഞ് വളർന്നു വരുന്ന പ്രായത്തിലുണ്ട്. ഇനി നമ്മൾ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ, കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ക്യാരക്ടറിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. വി ക്യാൻ ടീച്ച് സം മാനേഴ്സ് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. അതുകൊണ്ട് ഈ കതിരിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വളം വയ്ക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലേ നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഫിൻലാൻഡാണ്. അതിൻ്റെ കാരണം ഹാപ്പി ഇൻഡെക്സിൽ അവരാണ് എപ്പോഴും മുമ്പിൽ വരുന്നത്. ജപ്പാനൊക്കെ അടുത്തടുത്തുണ്ട്, ജപ്പാനും സ്വിറ്റ്സർലാൻഡും ഒക്കെ ഉണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ജപ്പാനൊക്കെ ഇപ്പോൾ പരീക്ഷ നിർത്താൻ പോകാം, ചെറിയ ക്ലാസ്സിലേക്ക് സ്കൂൾ എക്സാമിൽ നിർത്താൻ വേണ്ടി പോകും. പകരം കുട്ടികളെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അവരെ പരിശീലിപ്പിക്കുക. ഒരു പരിശീലന കളരിയാണ് സ്കൂള്. കേവലം പരീക്ഷയും മാർക്കുമല്ല, ജീവിത പരിശീലനത്തിനുള്ളൊരു കളരിയാണ് സ്കൂള്. അവിടെ അധ്യാപകർ ഏറ്റവും സർഗാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നവരും, പ്രിൻസിപ്പലടക്കമുള്ള സ്കൂൾ മാനേജറടക്കമുള്ള ആളുകൾ, സർക്കാരായാലും വിദ്യാഭ്യാസ വകുപ്പായാലും ഒക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നാളെയുടെ പൗരനിലേക്കുള്ള കൃത്യമായ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് ലൂക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വിത്ത് ലോക്കൽ കൾച്ചർ. ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ജീവിക്കാനും തൻ്റെ നാടിനോടുള്ള മണ്ണിനോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെടാതിരിക്കാനും അവൻ കഴിയേണ്ടതുണ്ട്. എ ഗ്ലോബൽ ഔട്ട്ലുക്ക് വിത്ത് വാല്യൂസ്, ഇതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മതം ഒരു പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, രാഷ്ട്രീയം പ്രശ്നമല്ല, നിങ്ങളുടെ വർണ്ണവും വർഗവും സാമൂഹ്യ സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ തട്ടം ഇടുന്നുണ്ടോ എന്നുള്ള പ്രശ്നമല്ല, തട്ടം ഇടുന്നില്ല എന്ന പ്രശ്നമല്ല, തല മറയ്ക്കുന്നു എന്ന പ്രശ്നമല്ല, മറയ്ക്കുന്ന ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം കൂടി കൂടുന്നതാണ് ഒരു മനുഷ്യൻ, ഒരു സമൂഹം. വ്യത്യസ്തമായ സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളെ അതേ രൂപത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതുപോലെ ആ കുഞ്ഞുങ്ങളെ വളർത്തി നാളെ മുന്നിലേക്ക് വിടുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വാഭാവികമായി വളരുന്നത്. അല്ല എങ്കിൽ 15 വയസ്സ് വരെ സ്കൂളിൻ്റെ നിയമത്തിന് വേണ്ടി നിൽക്കും, 15 വയസ്സ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അയാൾക്ക് തോന്നുന്ന പോലെ ജീവിക്കും. അതുകൊണ്ട് നാളെയുടെ വെല്ലുവിളികൾ സമൂഹത്തിൻ്റെ ഇടപെടലുകളിലേക്ക് അയാൾ എത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ വാല്യൂസ്. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഒരാൾക്കും പ്രത്യേകമായ ഒരു പരിഗണനയില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോ ആളുകളുടെയാണ്. പക്ഷേ വിദ്യാഭ്യാസം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയുകയും ആ ശരിയുടെ പക്ഷത്തേക്ക് കുട്ടികൾ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഒരുപാട് അക്കാദമിക് മികവുകളെ കുറിച്ച് പറയാനുണ്ടായിരിക്കും, എന്നാലും എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് നേട്ടങ്ങളെ കുറിച്ച്. അക്കാദമിക് മികവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല. നമ്മൾ ക്ലാസ് റൂമാണ് സത്യത്തിൽ, ക്ലാസ് റൂം ഈസ് ദ മിനിയേച്ചർ ഫോം ഓഫ് സൊസൈറ്റി എന്നാണ് DS കോത്താരി പറഞ്ഞത്, കോത്താരി കമ്മീഷനിലെ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ക്ലാസ് മുറികൾ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം വ്യക്തിയെ സംബന്ധിച്ച് കുടുംബമാണ്. ഒരു വീട് പോലെ തന്നെയാണ് ഒരു ക്ലാസ് മുറികളും. സ്വാഭാവികമായും ക്ലാസ് മുറിയിലുള്ള അധ്യാപിക എന്നത് അമ്മയേക്കാൾ മുകളിലാണ്. നമ്മൾ പൊതുവെ പറയും അമ്മയേക്കാൾ മുകളിലാണ്. കാരണം കുട്ടി സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരക്കേറിയ അമ്മയുടെ ജീവിതത്തിൽ അരമണിക്കൂർ പോലും കുട്ടിയുടെ കൂടെ നിൽക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയണമെന്നില്ല. കാരണം അത്രയും തിരക്കാണ്. എംപ്ലോയീസ് ആണെങ്കിൽ, ജോലിയുള്ള പേരൻസ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ അധികം 6-7 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അധ്യാപകരുടെ കയ്യിലുണ്ട്. അധ്യാപകർ കുട്ടികളെ അറിയാൻ കഴിയും. അപ്പോൾ അക്കാദമിക് നേട്ടം എന്നോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ഒരു പ്രായത്തിൽ ആ കുഞ്ഞ് നേടേണ്ടത് അത് നേട്ടെ എന്ന് ഉറപ്പുവരുത്തലാണ്. അതുപോലെ തന്നെ മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ A+ 100% വിജയം കഴിഞ്ഞ 15-16 വർഷമായിട്ട് നമുക്കുണ്ട്. CBSE എക്സാമിൽ നല്ല മാർക്കുണ്ട്.
അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ SDGs ഉണ്ട്, UNSDGs, അതിൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മെമ്പർ സ്കൂളാണ്. 17 SDGs സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, നിലനിൽക്കേണ്ട ജീവിത ലക്ഷ്യങ്ങൾ. ഈ 17 ഗോളുകളാണുള്ളത്. സീറോ ഹങ്കർ മുതൽ സീറോ പോവർട്ടി, നോ ഹങ്കർ മുതൽ സമൂഹത്തിന് കടലിനടിയിൽ, ഭൂമിക്ക്, ആകാശം എല്ലാം ഉൾപ്പെടുന്നതാണ് 17ഓളം ഈ SDGs, ഈ ഗോളുകൾ. ഈ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ലോകരാഷ്ട്ര നേതാക്കന്മാർ അടുത്തിരുത്തിയിട്ട് എന്തായിരിക്കും നമ്മുടെ ലോകം സമാധാനത്തിലേക്ക് പോകുന്ന, സസ്റ്റെയിൻ ചെയ്യുന്നുള്ള വഴികൾ. ഞാൻ 2015 ചർച്ച ആരംഭിച്ചു. 2017 അന്നത്തെ UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻ കി മൂൺ അടക്കമുള്ള ആളുകൾ അതിൽ സജീവമായി ഇടപെട്ടു. 17 SDGs, ഈ ഗോളുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഐഡന്റിഫൈ ചെയ്തു. ഈ 17 ഗോളുകൾ ലോകം നേടിക്കഴിഞ്ഞാൽ ലോകം സമാധാനത്തിനും ഐശ്വര്യത്തിനുമാവുമെന്ന വകുപ്പ്. അതിൽ നിന്ന് 4 ഗോളുകൾ കേരള ഗവൺമെന്റും CBSE ഒക്കെ കുറേ ഗോളുകൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ 17 ഗോളുകളും ഒരു വർഷം കൊണ്ട് ഫുൾഫിൽ ചെയ്യും. അതിനെക്കുറിച്ച് ധാരണ കുട്ടികൾക്ക് കൊടുക്കും. അത് നമ്മൾ UNSDGsന്റെ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യും, അവരുമായി ബന്ധപ്പെടും. അങ്ങനെയാണ് നമുക്ക് അവരുടെ ഔദ്യോഗികമായ സ്കൂളിൽ മെമ്പർഷിപ്പ് എന്ന ഗ്ലോബൽ സ്കൂൾസ് മെമ്പർ എന്ന മെമ്പർഷിപ്പ് കിട്ടിയത്. എല്ലാ മാസവും നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തും. കുട്ടികൾക്കൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ അധ്യാപകർ ചെയ്യും. ഞങ്ങളുടെ അക്കാദമിക്കിലെ ഏറ്റവും വലിയ പ്രത്യേകത നോ ഹോംവർക്ക്, നോ ട്യൂഷൻ. നിങ്ങൾ ഹോംവർക്ക് കൊടുക്കുന്നില്ല, ട്യൂഷനും ആവശ്യമില്ല. കാരണം ഏതൊരു ജോലിയും നിങ്ങൾ നോക്കൂ. ഒരു ആശാരി ഒരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ആശാരിയെ മേശ ഉണ്ടാക്കാൻ വിളിച്ചാൽ ആശാരി പകുതി മേശ ഉണ്ടാക്കിയിട്ട് ബാക്കി നിങ്ങൾ ഏൽപ്പിക്കുമോ? ഇല്ല. ഈ അധ്യാപനവും അങ്ങനെയാണ്. അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ പകുതി അധ്യാപകൻ പഠിപ്പിച്ചിട്ട് പകുതി എന്ത് ചെയ്യരുത്? കുട്ടികൾക്ക് ചെയ്യാൻ. അല്ല, രക്ഷിതാക്കളെ, കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമില്ല, രക്ഷിതാക്കളെ ഏൽപ്പിക്കുക. അത് ശരിയായ നടപടിയല്ല. ഓരോ ജോലിയും ചെയ്യുന്ന ആളുകൾക്ക് അയാൾ വെൽ ട്രെയിൻഡ് ആണ്. പ്രത്യേകിച്ച് അധ്യാപകരും BEd TTC ഉള്ള ആളുകളാണ്, വെൽ ട്രെയിൻഡ് ആണ്. കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇന്നത്തെ പഠനത്തിന്റെ തുടർച്ച നാളെ എങ്ങനെയാണ്, തുടർച്ചയും വളർച്ചയും ഉള്ളതാണ് വിദ്യാഭ്യാസം, പഠനം, പ്രത്യേകിച്ച് ക്ലാസ് മൂലം വിദ്യാഭ്യാസം. അപ്പോൾ നമ്മൾ അക്കാദമിക്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്നത്, LKG നമ്മൾ എടുത്താൽ എക്സാമ്പിൾ, LKGയിൽ നമ്മൾ എന്താണ് സിലബസ് നമ്മൾ ജസ്റ്റ് ആലോചിച്ച് പോകും. അവിടെ അക്ഷരം പഠിക്കും, ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ പഠിക്കും. മലയാളമാണെങ്കിൽ സ്വരാക്ഷരം പഠിക്കും. പിന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 1 to 40 പഠിക്കും. അതിൽ 1 to 20 അല്ലെ 1 to 50, 1 to 20 നമ്പർ നയൻസ് പഠിക്കും. പിന്നെ ഇതിൽ ഏതാണ് മാത്സ് എന്നൊരു ചോദ്യമുണ്ട്. കുട്ടി 1 മുതൽ 100 വരെ എണ്ണുക എന്നുള്ളത് മാത്സ് അല്ല, അത് അയാളുടെ മെമ്മറി പവർ മാത്രമാണ്. 1 മുതൽ 100 വരെ ആൾ എഴുതുക എന്നുള്ളത് മാത്സ് അല്ല, അത് അയാളുടെ ലിംഗ്വൽ സ്കില്ലാണ്, സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവാണ്, എഴുത്ത് കഴിവാണ്. ഇതിൽ എവിടെയാണ് മാത്സ്? പൊതുവെ കേരളത്തിലെ പല കുട്ടികളും പറയും മാത്സ് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഒരു സാധനം കൊടുത്തതിൽ വലുതേതാണ്, ചെറുതേതാണ്, നടുവിലുള്ളത് ഏതാണ്, അധികമുള്ളത് ഏതാണ്, ഇതാണ് അതിൻ്റെ മാത്സ്. അതാണ് അതിൻ്റെ ഗണിതം. അതിൻ്റെ അനാലിറ്റിക്കൽ സ്കില്ല്, ലോജിക്കൽ സ്കില്ല്, മെൻ്റൽ സ്കിൽ, എബിലിറ്റി, റീസണിങ് സ്കില്ല്. അപ്പോൾ മാത്തമാറ്റിക്സിൽ എന്താണ് കുഞ്ഞു പഠിക്കേണ്ടത് കൃത്യമായ ധാരണയുണ്ട്. LKGയിൽ 100 സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നൈപുണികൾ, ശേഷികൾ. ഈ സ്കില്ലിൽ നിന്നും അയാളുടെ ഹാർഡ് സ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അയാളുടെ സോഫ്റ്റ് സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അയാളുടെ ലൈഫ് സ്കിൽ എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്താണ് സ്കിൽ എന്ന് പറയുന്നത്? ദ ലേൺഡ് എബിലിറ്റി ഈസ് കോൾഡ് സ്കിൽ. നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒന്നും സ്കില്ലല്ല, കാരണം അത് ലേൺഡ് എബിലിറ്റി അല്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്കിൽ. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യും. അതാണ് നമ്മൾ സ്കിൽ എന്ന് വിളിക്കുന്നത്. ലേൺഡ് എബിലിറ്റി എന്നാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് അതിന് വിളിക്കുക. സ്കിൽ ഈസ് എ ലേൺഡ് എബിലിറ്റി. അപ്പോൾ സ്വാഭാവികമായും പഠിപ്പിച്ചെടുത്തുകൊണ്ട് വളർത്തിയെടുക്കാവുന്ന ശേഷികളാണ് ഈ സ്കിൽ. അതാണ് സ്കിൽ, ആ എബിലിറ്റി. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. UKG എത്തുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യും? സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, കർസീവ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ. ദെൻ ഏകദേശം ഒരു 3 letters ഉള്ള വേർഡ്സ് കുട്ടികൾ വായിക്കും. എല്ലാ കുട്ടികളും വായിക്കും. UKG കഴിയുമ്പോൾ കർസീവ് റൈറ്റിംഗ് കംപ്ലീറ്റ് പഠിക്കും. മലയാളം സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും പഠിക്കും. ഹിന്ദി സ്വരാക്ഷരം UKGയിൽ പഠിക്കും. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 1 to 100 കുട്ടി കൃത്യമായിട്ടും പഠിക്കും. 1 to 50 നമ്പർ നയൻസ് പഠിക്കും. ഇനി 1ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടി ഈ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, കർസീവ് റൈറ്റിംഗ് 5 letters വരെയുള്ള വേർഡ്സ് ഒറ്റ നോട്ടത്തിൽ വായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫോണിക് സൗണ്ട്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 2 സൗണ്ടിലുള്ള വേർഡ്സ് ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞിന് 1ാം ക്ലാസ്സിൽ വായിക്കാൻ കഴിയും. മലയാളമാണെങ്കിൽ സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, കൂട്ടക്ഷരം, സംയുക്താക്ഷരം, ചിഹ്നങ്ങൾ, ഈ 5ഉം പഠിക്കുന്ന കുട്ടിക്ക് ഏത് വായിക്കാൻ മലയാളത്തിൽ. ഹോംവർക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല. അതുപോലെ തന്നെ 1ാം ക്ലാസ് കഴിയുമ്പോൾ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഇംഗ്ലീഷിൽ പഠിക്കാൻ കുട്ടി 1 to 200 ഒരു നമ്പർ ഫെമിലിയർ ആകും കുട്ടിക്ക്.
ഏകദേശം അതിലുള്ള മാത്തമാറ്റിക്സ് പഠിക്കും. 2ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഞാൻ പറഞ്ഞ പോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കും. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഓപ്പറേഷൻ പഠിക്കും, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും, EVS പഠിക്കും, GK പഠിക്കും. ഇതെല്ലാം അക്കാദമിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പൂർണ്ണമായ വളർച്ചയിലേക്കാണ്, ഒരു ബാലൻസ്ഡായ, ഒരു ഹോളിസ്റ്റിക് ആയ വളർച്ചയിലേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് അക്കാദമിയിൽ. ഓക്കെ, സാറ് പറയുന്നത് ട്യൂഷന്റെയും ഹോംവർക്കിന്റെ ഒന്നും ആവശ്യമില്ല, അത് ഇതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം പഠിച്ചിട്ട് പോണതാണല്ലേ? തീർച്ചയായും. ഞങ്ങളുടെ ഇപ്പോൾ 3ാം ക്ലാസ്സിലുള്ള കുട്ടികളെ നിങ്ങൾ ഏത് രക്ഷാവിന് വന്നാലും വിളിക്കാം, നിങ്ങൾക്ക് കാണാം. യു ആർ മോസ്റ്റ് വെൽക്കം. പിന്നെ നമുക്ക് ഓരോ കുട്ടികൾക്കും ഇപ്പം ഓരോ കഴിവുകളായി. തീർച്ചയായും. അപ്പൊ ആ കഴിവുകളെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സിനേക്കാളും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അധ്യാപകർക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അധ്യാപകരോടൊപ്പമാണ്. അതെ. അപ്പൊ അതുപോലുള്ള കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാറിന് പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സാധിക്കുന്നത്? തീർച്ചയായും. നമ്മൾ ഐൻസ്റ്റീൻ ഒരിക്കലും പറഞ്ഞു, നിങ്ങൾ ഒരു മത്സ്യത്തോട് മരം കയറാൻ പറഞ്ഞാൽ ആ മത്സ്യത്തിൻ്റെ ജീവിതകാലം മുഴുവൻ മത്സ്യത്തെ നമുക്ക് വിഡ്ഢിയെന്ന് വിളിക്കാൻ പറ്റും, പൊട്ടൻ. ഇതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അധ്യാപകം ഒരു വിദ്യാഭ്യാസ മേഖലയിൽ. മത്സ്യത്തിൻ്റെ കഴിവെന്താണ്? സ്കിൽ എന്താണ്? വെള്ളത്തിൽ നീന്താനാണ്. നിങ്ങൾ അണ്ണാനോടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരം കയറ്റം പഠിപ്പിക്കേണ്ടതില്ല. ഇതൊരു പ്രധാനമാണ്. ഇത് അണ്ണാൻ മരത്തിലേക്കാണ്, മീൻ വെള്ളത്തിലേക്കാണ് എന്നതുപോലെ കുട്ടിയിൽ ലക്ഷക്കണക്കിനായ സ്കില്ലുകളുണ്ട്. നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ചുള്ളൂ, എത്ര വിദഗ്ധരായാൽ പോലും. ഇപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് ഈ ഓസ്കാർ കിട്ടുന്നത് വരെ നമുക്ക് അറിയില്ല എന്ത് റസൂൽ പൂക്കുട്ടി ആരാന്ന് അറിയില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ സൗണ്ടുകളിൽ, ശബ്ദങ്ങളിൽ ഇങ്ങനെ അത്ഭുതം കാണിക്കാൻ പറ്റുന്നുള്ളത് ഒരു വലിയ ചോദ്യമാണത്. അയാളെ പഠിപ്പിച്ച അധ്യാപകരും ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ A+ന് വേണ്ടിയും അത് കഴിഞ്ഞ മെഡിസിനും എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആക്കി പറഞ്ഞാൽ നമ്മൾ, ഞാൻ കുറ്റപ്പെടുന്നല്ല. ഇതൊരു വളരെ മൗലികമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് ഒരു അധ്യാപകന്റെ യഥാർത്ഥ അധ്യാപകനാവുന്നത്. കുട്ടിയെ കാണുകയും കുട്ടിയുമായി ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാളുടെ സ്കില്ലുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഒരു കുട്ടി അവൻ പഠിക്കാൻ ഇത്തിരി പിന്നിലാണ്, പക്ഷേ ചിത്രം വരയ്ക്കാൻ അവനെ പോലെ വേറൊരു കുട്ടിയില്ല. പാട്ട് പാടുന്ന കുട്ടി, ഇനി അതൊക്കെ നിൽക്കട്ടെ, ഡാൻസ് കളിക്കുന്ന കുട്ടി, എന്നാൽ ക്ലാസിക്കൽ ഡാൻസ് കളിക്കില്ല, പക്ഷെ ന്യൂജൻ ഡാൻസ് മുഴുവൻ കളിക്കും, റീൽസ് എടുക്കും. ആ റീൽസിന് ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോവേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ പുതിയ കാലഘട്ടത്തിലുള്ള സ്കില്ലുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയും നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ LKG ആണെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്ത് ചെയ്യണം? അവരുടെ കൂടെ പ്രിൻസിപ്പൽ ഉണ്ടാവും, കുട്ടികളുടെ കൂടെ ഉണ്ടാവും. LKG ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റഡി ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, പിന്നെ സ്റ്റേജാണ്. ക്ലാസ് റൂമിൽ തന്നെ സ്റ്റേജ് ഉണ്ട്. LKG UKG ഒക്കെ ഉണ്ട് സ്റ്റേജ് ഉണ്ട്. വലിയ സ്റ്റേജ് 1200 സ്ക്വയർ ഫീറ്റുള്ള വലിയ ഹാള് പോലെയുള്ള ക്ലാസ് റൂമുകളാണ്. അപ്പോൾ മാസത്തിലൊരിക്കൽ അവർ പഠിച്ച സ്റ്റോറികൾ, അവർ പഠിച്ച റൈംസ്, അവർ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാസത്തിലൊരിക്കൽ പെർഫോമൻസ് ഡേ ആണ് അവരുടെ. അപ്പോൾ അവർ പെർഫോം ചെയ്യണം സ്റ്റേജിൽ, മൈക്കും എല്ലാം ക്ലാസ് റൂമിൽ കൊടുത്തിട്ടുണ്ട്. ആ പെർഫോമൻസ് ഡേയിൽ ഞാൻ കൃത്യമായിട്ടും എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യും. അതാണ് ഒന്നാമത് ചെയ്യുന്നത്. 2, ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ സൈലൻ്റ് ആയിരിക്കും. നമ്മൾ കളിക്കാൻ വിട്ടാൽ കളിക്കില്ല, അവരെവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ചില കുട്ടികൾ എല്ലാവരും ചാടി മറിഞ്ഞ് നടക്കുമ്പോൾ ചിലർ ബസ്സിൻ്റെ സൈഡിൽ താഴേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും, വയൽ നോക്കിയിരിക്കുന്ന ആളുണ്ടാവും. ഇത് ഒബ്സർവ് ചെയ്യേണ്ടത് ടീച്ചറിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ആ കുട്ടി ഒരു പക്ഷേ എന്താവണമെന്നില്ല, അവനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് വലിയ സ്പീക്കറാക്കാൻ നോക്കേണ്ടതില്ല. കാരണം അവൻ ഒരു ഇൻട്രോവേർട്ടാണെങ്കിലും ആ ഇൻട്രോവേർട്ടിൻ്റെ ഗുണകരമായ ഇപ്പോൾ MT വാസുദേവൻ നായർ മലയാളത്തിലെ ഇൻട്രോവേർട്ടാണ്. പൊട്ടിച്ചിരിക്കുന്ന പോലും നമ്മൾ കണ്ടില്ല, പക്ഷേ ഏറ്റവും ഗംഭീരമായ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ലോക സാഹിത്യത്തിൽ വരുന്ന രചനകൾ വന്ന് അദ്ദേഹത്തിൻ്റെ പേരയിൽ നിന്നാണ്. അപ്പം കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അയാളെ പഠിക്കുമ്പോൾ അധ്യാപകർ ഒരുമിച്ചിരുന്ന്, പിന്നെ നമ്മളൊരു ക്ലാസ്സിലെ വ്യത്യസ്ത സബ്ജക്റ്റിനുള്ള 6-7 അധ്യാപകരുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചിരിക്കണം. ഓരോ കുട്ടിയെക്കുറിച്ചും പ്രിൻസിപ്പലുമായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ ഓരോ കുട്ടിയെക്കുറിച്ചും ടീച്ചേഴ്സിനുള്ള അഭിപ്രായം അവർ രേഖപ്പെടുത്തണം. ഒരു കുട്ടിയെടുത്ത് X എന്ന കുട്ടിയെടുത്താൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ് ഓരോ സബ്ജക്റ്റും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറടക്കം പറയണം. ഗ്രൂപ്പ് മീറ്റിംഗ് ഒരു കുട്ടിക്ക് വേണ്ടി ടീച്ചേഴ്സ് മീറ്റിംഗ്, ഗ്രൂപ്പ് മീറ്റിംഗ്. അതിനുശേഷം നമ്മൾ പേരൻസിനെ വിളിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയ കഴിവ്. ഇനി സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഡാൻസ്, മ്യൂസിക്, ഡ്രോയിങ്, ഈ കരാത്തെ, ഈ പറയപ്പെടുന്ന പോലെ സ്കേറ്റിങ്, അബാക്കസ്, ഇങ്ങനെ വ്യത്യസ്തമായ റോബോട്ടിക്സ്, തന്നെ ഗിത്താർ, കീബോർഡ്, ഇതൊക്കെ ഉണ്ട്. നമുക്ക് റോബോട്ടിക്സ് ലാബുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ രക്ഷിതാക്കളോട് പറയും, അല്ലെങ്കിൽ ആളുകളുടെ കുട്ടികളുടെ സ്കില്ലനുസരിച്ച് നമ്മൾ വളർത്തണം. ഒരു കുട്ടിക്ക് ഡ്രോയിങ്ങിന് അല്ലെങ്കിൽ മ്യൂസിക്കിന്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ LKG, UKG, ഗ്രേഡ് 1, 2, 3 ഈ 5 വർഷം നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കും. പിള്ളേരെ എല്ലാവർക്കും കൊണ്ട് നിർബന്ധമായിട്ട് പഠിപ്പിക്കും. പ്രഷറില്ല, പക്ഷെ പഠിക്കും.
3-ാം ക്ലാസ് കഴിഞ്ഞ് 4-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് അതിൽ നിന്ന് 3 സെലക്ട് ചെയ്യാം. 15ഓളം ഓപ്ഷൻസ് ഉണ്ട്. 6-ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടിക്ക് ഈ 3 നിന്നും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അയാളുടെ സ്കില്ലിലേക്ക് അയാളെ എത്തിക്കുന്നത്. അയാൾ ഐഡന്റിഫൈ ചെയ്യുകയും പേരൻസുമായി ഡിസ്കസ് ചെയ്യുകയും അയാൾ സ്വയം തിരിച്ചറിഞ്ഞതിലേക്ക് ഏതാണോ മുൻപിൽ നിൽക്കുന്നത് അതിലേക്ക് കുട്ടി എത്തുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ 6, 7, 8 ക്ലാസ്സിലേക്ക് ഈ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുകൊണ്ട് സ്കിൽ എഡ്യൂക്കേഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഗാർഡനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, വയറിംഗ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഒക്കെയുണ്ട്. ഇതെല്ലാം നമ്മൾ അടുത്ത വർഷം മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന അതിൻ്റെയൊക്കെ വർക്ക്ഷോപ്പ് ഉണ്ട്. ആ രൂപത്തിലേക്ക് 6, 7, 8 അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. 9-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടി അവൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണം. കേവലം പാഠപുസ്തകത്തിലുള്ള അല്ലെങ്കിൽ നോട്ട്ബുക്കിലുള്ള എഴുത്തല്ല, അതിന് പകരം അവൻ്റെ കാര്യം, ഒരു വീട് ഭരിക്കാൻ, അവൻ്റെ വീട്ടിലൊരു ബൾബ് മാറിയാൽ അവൻ എന്ത് ചെയ്യണം? അത് മാറാൻ പഠിക്കണം. വീട് ക്ലീൻ ചെയ്യാൻ പഠിക്കണം. ഭക്ഷണം പാചകം ചെയ്യാൻ പഠിക്കണം. ഇതൊന്നുമില്ല എങ്കിൽ കുട്ടികൾക്ക് 10-30 വയസ്സാകുമ്പോഴേക്കും നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. പക്ഷെ 40 വയസ്സാകുമ്പോഴേക്കും അയാൾ രോഗിയായി മാറും. അയാളെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഭക്ഷണ രീതി നമ്മൾ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് കുട്ടി ഭക്ഷണം കഴിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യനൊക്കെ കഴിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീവ്സ്, മുളപ്പിച്ച ധാന്യങ്ങൾ, നട്ട്സ്, ഇത് 5 മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണം. അത് ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിയും പറയും. സ്കൂളിൽ ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് സ്റ്റാർ ഉണ്ട്. ഓരോ ക്ലാസ്സിലും സ്റ്റാർ ഉണ്ട്. അവർ കൊണ്ടുവരുന്ന ഫുഡ് അനുസരിച്ച് കൊണ്ട് സ്റ്റാർ കാർഡ് കൊടുക്കും. 100 സ്റ്റാർ അവർക്ക് നേടിയാൽ അപ്പോൾ തന്നെ അവർക്ക് സമ്മാനം കൊടുക്കും. ഇനി മറ്റു ചില മത്സരങ്ങളിൽ ഹോംവർക്ക്, നമുക്കുള്ള ഹോംവർക്ക് ഇങ്ങനെയാണ്. ഹോം ഫണ്ട് എന്താ പറയുക? ഹോം ഫണ്ട് എങ്ങനെയാണ്? നിങ്ങൾ വീട്ടിൽ അമ്മയെ സഹായിച്ചതിന് ലിസ്റ്റ് കൊണ്ടുവരിക. അതിൻ്റെ അടിയിൽ അമ്മ ഒപ്പിടണം. ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് പറയുക. അതിന് അമ്മ സൈൻ ചെയ്യണം. അമ്മ കൊടുക്കുന്ന എല്ലാ സിഗ്നേച്ചറിലും നമ്മൾ സ്റ്റാർ കൊടുക്കും. അതിനൊക്കെ സ്റ്റാർ ഉണ്ട്. ദേ വിൽ ഗെറ്റ് സ്റ്റാർ. ആ സ്റ്റാറാണ് നമ്മൾ. കാരണം അവൻ്റെ നാട്ടിൽ ലൈബ്രറി കാണാൻ പോയാൽ അതിന് 10 സ്റ്റാർ കിട്ടും. അവൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് അവൻ്റെ പുല്ല് പറിച്ചാൽ അതിന് സ്റ്റാർ കിട്ടും. ഒരു ചെടി വീട്ടിൽ നട്ടിട്ട് ആ ചെടിയിൽ ഒരു പൂ ഉണ്ടായി, ആ പൂ കൊണ്ടുവന്ന് അതിന് 10 സ്റ്റാർ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ടാസ്ക് ബേസ്ഡ് ആണ്. ഈ മൊബൈലിലൊക്കെ ഗെയിംസ് ഒക്കെ ഉള്ളതിനോട് ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്താൽ അയാൾ അടുത്തേക്ക് എന്നതുപോലെ ഈ ടാസ്കുകളും സ്റ്റാറുകളും ഒക്കെ അവൻ്റെ മൈൻഡ് സെറ്റിലേക്ക് വന്നതോടുകൂടി ഈ രൂപത്തിലുള്ള ഹോം ഫണ്ടുകളാണ് നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക്. അത് അവർ വളരെ കൃത്യമായി നടത്തും. അവൻ്റെ ചുറ്റുവട്ടവും വീടുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ഹോം വർക്ക് അല്ല, ഹോം ഫണ്ട് അല്ലേ? കറന്റ് അക്കാദമിക് സ്റ്റാറ്റസിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ നമ്മളുടെ അക്കാഡമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ വെരി സേഫ്. പഠിക്കാത്ത കുട്ടികളില്ല, പഠിക്കപ്പെടാത്ത കുട്ടികളാണ്. ആര് പഠിക്കപ്പെടാത്തത്? അധ്യാപകരും രക്ഷിതാക്കളും. നമ്മളൊരു 3 വർഷം മുമ്പ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറേ കുട്ടികൾ പഠിക്കാത്ത, അതായത് നമ്മൾ സാമ്പ്രദായികമായ രീതിയിൽ പറയുമ്പോൾ പഠിക്കാത്ത കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ നമ്മൾ 3 വർഷം മുമ്പ് തന്നെ അവർക്ക് പ്രത്യേക പാക്കേജ് വെച്ചു. കഴിഞ്ഞ 2 സമ്മർ വെക്കേഷനോട് കൂടി അവരെല്ലാം നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാത്ത കുട്ടികളൊന്നും തന്നെ അക്കാദമിക് മികവാരം പുലർത്താത്ത ഒരു കുട്ടികളുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക പ്രൊജക്റ്റ് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ മുഴുവൻ അധ്യാപകരും ചെയ്യും. നമ്മൾ അതിന് കൃത്യമായ വെക്കേഷനിൽ പരിശീലനം നമ്മൾ ആരംഭിക്കും. ആ കുഞ്ഞുങ്ങളെ മുകളിലേക്ക് എത്തിക്കും. 2, രക്ഷിതാക്കൾക്ക് ഇതിൽ ഒരു പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് നല്ല ജീവിത രീതി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പങ്ക്. പഠിപ്പിക്കുന്നതിന് രക്ഷിതാക്കൾ ഇടപെടേണ്ടതില്ല. പക്ഷേ വീട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു നല്ല അന്തരീക്ഷമായിരിക്കണം. കുട്ടികൾ മദ്യപാനമുള്ള രക്ഷിതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം അവർ. കാരണം ഈ കുഞ്ഞിതെല്ലാം കണ്ടുപഠിക്കും. ആ കുഞ്ഞിനോട് നമുക്ക് ഇനി അഥവാ മദ്യപിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും കുട്ടികളുടെ മുമ്പ് എന്ത് ചെയ്യരുത്, ആവരുത്. അപ്പം നമ്മുടെ അക്കാഡമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് 100% റിസൾട്ട് ഉണ്ട്. ഒരു CBSE എക്സാമിൽ 80% താഴെയുള്ള കുട്ടികൾ വളരെ റയറാണ്. കുട്ടികളില്ല. ഇനി അങ്ങനെ ഒരു മത്സര പരീക്ഷ CBSE എക്സാം ആണല്ലോ, ബോർഡ് എക്സാം ആണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ഇപ്പോഴും നമ്മൾ പറയുന്നത്. അതായത് ബിലോ 80 പൊതുവെ കുട്ടികൾ വരാറില്ല. ഇതാണ് അതിൻ്റെ ഒരു അക്കാഡമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്നോളജി ഒരുപാട് വളർന്നു അല്ലെ? സാങ്കേതിക വിദ്യകൾ ഒരുപാട് വളർന്നു. പഴയ ഒരു കാലഘട്ടത്തിലല്ല ഇപ്പൊ AI പോലെയുള്ള ടെക്നോളജികളൊക്കെ വന്നു. അപ്പൊ ടെക്നോളജിയുടെ ഒരു പങ്ക് ഇപ്പൊ പഠന രീതികളിൽ അതും കൂടി വന്നു. തീർച്ചയായും നമ്മൾ LKG മുതൽ തന്നെ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ് ഉണ്ട്. LKG ടീച്ചറും കുട്ടികളടക്കം ഇന്ററാക്റ്റീവ് പാനൽ ബോർഡിൽ അവരെന്ത് ചെയ്യും? ഡിജിറ്റൽ റൈറ്റ് ചെയ്യും. ഫിംഗർ കൊണ്ട് എഴുതാൻ അവർക്ക് പഠിക്കും. ഇതേനോ അത് എഴുതാനും വായിക്കാനും ഒക്കെ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ LKG മുതലേ നമ്മളത് ആരംഭിച്ചിട്ടുണ്ട്. വിത്ത് ഇന്റർനെറ്റ്, വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. എല്ലാ സൗകര്യവും ക്ലാസ് മുറികളിലുണ്ട്. ഇനി ഇവിടെയും ഒരു ചോദ്യമുണ്ട്. ടീച്ചർ ടെക്നോളജി പാർട്ടിസിപ്പേഷൻ, ടെക്നോളജി ടീച്ചർ പാർട്ടിസിപ്പേഷൻ, ഇതാണ് അതിൻ്റെ ഒരു ഘടന. ടീച്ചർ ടെക്നോളജി, അതായത് ടീച്ചർ ആദ്യം, ടെക്നോളജി രണ്ടാമത്. ടെക്നോളജി ടീച്ചർ പാർട്ടിസിപ്പേഷൻ അധ്യാപനത്തിൽ, ടെക്നോളജി ആദ്യം, ടീച്ചർ രണ്ടാമത്. ഇതിൽ ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്, ശരിയായ ചോദ്യം.
ഇത് പൊതുവേ ഒരു ലോകത്തുള്ള ചിന്തകളിലൊന്ന് ബാക്ക് ടു ഗ്രീൻ, പച്ചപ്പിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയക്കാർക്കൊക്കെ അറിയാം, വലിയ ഹോട്ടലുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് പോയിട്ട് വലിയ പേയ്മെൻറ്റ് കൊടുത്ത് നടക്കുന്ന ഹോട്ടലുകളിൽ ചുവര് മാത്രമേ ഉള്ളൂ, മേൽക്കൂര പോലും ഇല്ല. വലിയ മലയുടെ മുകളിലൊക്കെ പോയിട്ട് നമുക്ക് ആകാശം നോക്കി കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വലിയ പേയ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് റിസോർട്ടുകളിലൊക്കെ പോയി നിൽക്കുന്നത് പ്രകൃതിയിലേക്ക് ചേരാൻ. അപ്പോൾ ഈ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ഒന്നാണ്, പച്ചപ്പിലേക്കുള്ള ഒരു യാത്ര. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു മെക്കാനിക്കൽ അല്ല, ബയോ ആണ്, ജൈവ ഉൽപ്പന്നമാണ് മനുഷ്യൻ. സെല്ലുകൾ ജൈവ സെല്ലുകളാണ് മനുഷ്യൻ്റെത്. സ്വാഭാവികമായും ഈ ബയോ ആയിരിക്കുന്ന, ജീവി ആയിരിക്കുന്ന മനുഷ്യന് അത് ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള കുറേ റിക്വയർമെന്റ്സ് ഉണ്ട്. മെഷീനെല്ലാം തരും നമ്മൾ വിചാരിക്കേണ്ട. അപ്പം നമ്മൾ എയിലും ചാറ്റ് ജിപിയിലും നമുക്ക് എന്ത് ചെയ്യാം, എന്തും ടൈപ്പ് ചെയ്തൊക്കെ ചെയ്തില്ല. പക്ഷേ ക്രിയേറ്റീവായ ഒരു സാധനം, മൗലികമായത് കിട്ടില്ല. കാരണം അതിന് പുതിയ നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യൻ ഹ്യൂമൻ ബ്രെയിൻ കൂടി വർക്ക് ചെയ്യണം. അപ്പോൾ ചില കാര്യങ്ങളിൽ ടെക്നോളജിയാണ് ഫസ്റ്റ്, അധ്യാപകൻ സെക്കൻഡറി ആണ്. ഇപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ വിശദീകരണം നൽകുമ്പോൾ അതിന്റെ വീഡിയോ കാട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യും, ഭക്ഷണം വായിൽ നിന്നും പോയി പുറത്തേക്ക് പോകുന്ന പ്രക്രിയ ഒരു വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭക്ഷണം ശരീരത്തിലുണ്ടാക്കുന്ന പ്രക്രിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ആ എനർജി കൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ല, വീഡിയോയിലൂടെ കാണിക്കാൻ, ആ ചെയ്യുന്ന പണിയെ കാണിക്കാൻ പറ്റും. ഇതൊരു മാനസികമായ പ്രക്രിയയാണ്. അതുകൊണ്ട് ടെക്നോളജിയെയും ടീച്ചറെയും, അല്ലെങ്കിൽ ടീച്ചറെയും ടെക്നോളജിയെയും യഥാരൂപത്തിൽ വേണ്ട അളവിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സ്കില്ലാണ്, ഒരു അധ്യാപകന്റെ പ്രിൻസിപ്പലിന്റെ ഒക്കെ സ്കില്ലാണ്, സ്കൂൾ മാനേജ്മെന്റ്. അവിടെ പൊതുവേ നമ്മൾ LKG മുതൽ 2ാം ക്ലാസ് വരെ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഷ്വൽ ഡിവൈസ് ആയിട്ടാണ് കാണിക്കുന്നത്. കാണാൻ ഐസാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. 85% പഠനം കണ്ണിലൂടെയാണ്, ഐസാണ്, സൈറ്റാണ്. ഒരു 3%, 11% കേൾവി. ബാക്കിയുള്ള എല്ലാം കൂടിയാണ് നമ്മളുടെ എന്ത്, ടച്ചും ടേസ്റ്റും ഒക്കെ കൂടി, സ്മെല്ലും കൂടി വരുന്നത്. അപ്പോൾ 85% നമ്മൾ കണ്ടാണ് പഠിക്കുന്നത് എന്നതുകൊണ്ട് എന്ത് ചെയ്യും, പിന്നെ അനുഭവിച്ച് പഠിക്കും. അതാണ് അടുത്തത്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അതുകൊണ്ട് നമ്മുടെ പഴഞ്ചൊല്ല് എങ്ങനെയാണ്, കണ്ടറിയാത്തവൻ കൊണ്ടറിയും. അത് കൊള്ളുക എന്നാണ് അയാളുടെ എക്സ്പീരിയൻസ്. NEP വെക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അനുഭവവേദ്യമായ പഠനം കുഞ്ഞുങ്ങളിലേക്ക് എത്തണം. അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന പല മേഖലകളിലും സാങ്കേതിക വിദ്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടപെടാൻ കഴിയും. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും, 3ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലും നമ്മുടെ പരീക്ഷാ സമ്പ്രദായം, മൂല്യനിർണ്ണയ സമ്പ്രദായം വളരെ മനോഹരമാണ്. അത് ഒരു എഴുത്തു പരീക്ഷ ഉണ്ടാവും, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടാവും. അത് നമ്മളുടെ ടെക്നോളജി പ്യൂർ, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ അക്കാഡമിക് പാർട്ണറാണ്, ടീംസാണ് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ എക്സാം ഉണ്ടാവും. ഇനി 5 മാർക്ക് നോട്ട്ബുക്കിനുള്ളതാണ്, 2 മാർക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നതിനുള്ളതാണ് കുട്ടികൾക്ക്. ഇനിയുള്ള 2 മാർക്ക് പേരൻസ് വീട്ടിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതിനുള്ള പേരൻസ് കൊടുക്കേണ്ട മാർക്കാണ്. 1 മാർക്ക് എന്ന് പറയുന്നത് കുട്ടിക്ക് തന്നെ ഇടാവുന്നതാണ്, അയാൾക്കൻ്റെ മാർക്ക്. അങ്ങനെയാണ് നമ്മൾ അതിനെ ബ്രേക്കപ്പ് ആക്കിയിട്ടുള്ളത്. 360 ഡിഗ്രി ഹോളിസ്റ്റിക് ഇവാലുവേഷൻ. കുട്ടിയെ വിലയിരുത്തണം, പിയർ ഗ്രൂപ്പ് വിലയിരുത്തണം, പേരൻസ് വിലയിരുത്തണം, ടീച്ചർ വിലയിരുത്തണം. ഇങ്ങനെ 360 ഡിഗ്രി ഇവാലുവേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ ആപ്പുമായി കണക്റ്റഡ് ആണ്. പേരൻസിന് എവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കുട്ടിയുടെ വിവരങ്ങൾ അറിയാൻ പറ്റും, അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും, പേരൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കൃത്യമായ ആശയവിനിമയം സ്കൂളുമായിട്ട് നടത്താൻ പറ്റും. എല്ലാ ക്ലാസ് റൂമുകളിലും ഈ സ്മാർട്ട് റൂം ഫെസിലിറ്റി ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, AI ഉണ്ട്. 1ാം ക്ലാസ് മുതൽ AI, കമ്പ്യൂട്ടർ സയൻസിന് കൂടാതെ AI എന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മളുണ്ട്, ജേണലാണ്. 3ാം ക്ലാസ് കഴിയുന്ന കുട്ടി സ്ക്രാച്ച് കംപ്ലീറ്റ് ആവും. ഒരു 6ാം ക്ലാസ്സിലുള്ള കുട്ടി പൈത്തൺ കുട്ടി പഠിക്കും. 8ാം ക്ലാസ് എത്തുമ്പോഴേക്ക് യു വിൽ ബി സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് മാറും. ഇപ്പം നമുക്കൊരു കുട്ടിയുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ്. അയാൾ ഇപ്പോൾ ജോലിക്ക് പോയ ഒരു 50,000 സാലറിക്ക് എടുക്കാൻ പോലും റെഡിയാണ്. ടാൽറോപ്പിൻ്റെ ടെക്കി സ്പാർക്ക് എന്ന് പറയുന്നവരുമായി ഫസ്റ്റ് സ്റ്റേറ്റ് പ്രോജക്റ്റ് എറണാകുളത്തിൽ ലോഞ്ച് ചെയ്തപ്പോൾ ചേർന്ന കുട്ടിയാണ്. അവനൊരു UI എഞ്ചിനീയറായി മാറിയിട്ടുണ്ട് കുട്ടി. അപ്പോൾ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ഉപയോഗിക്കും. അതേസമയം തന്നെ ഒരു മനുഷ്യൻ ബയോ എന്നതാണ്, ജൈവ ഉൽപ്പന്നമാണ് എന്നതുകൊണ്ട് ആ ജൈവികമായ ഒരു അംശവും നഷ്ടപ്പെടാതെ നമ്മൾ നോക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സാറിന്റെ കുറേയേറെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാക്കുവാൻ വേണ്ടി സാധിച്ചു. ഇനി ഭാവി സ്വപ്നം, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇനി നമ്മുടെ അക്കാദമിക്കിലേക്ക് ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം, എന്തെല്ലാം മികവുകൾ ഇനി കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ഇനി ഭാവി സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരു ഒത്തിരി വൈകാതെ തന്നെ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇപ്പം നമുക്ക് സ്കൂള് ഫെസിലിറ്റി ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇനി നമ്മളുടെ ടർഫ് നമ്മളുടെ ഒരു പ്ലാനിലുണ്ട്. ഒരു 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 മത്സരങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള് നമ്മളുടെ ഉടനെ തന്നെ നടപ്പിലാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. +1 +2 എൻട്രൻസ് ഓറിയൻറ്റഡ്, സിവിൽ സർവീസ് ഓറിയൻറ്റഡ്, CA പോലെയുള്ള കോഴ്സുകൾ ചേർത്തുകൊണ്ടുള്ള +1 +2 നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്കുണ്ട്. പിന്നെ ഒരു ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ വരുന്നുണ്ട്.
നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ ഡേ സ്കോളേഴ്സ് ആയാലും ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും ഒരു രാവിലെ 6 മണിയാകുമ്പോൾ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയും സ്കൂള് ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്ലാൻ. അതുകൊണ്ട് കുട്ടികൾ ഈ 8 മണിക്ക് വന്ന് 4 മണിക്ക് പോകുന്നതിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് എപ്പോഴാണോ സ്കൂളിൽ വരാൻ ആഗ്രഹമുള്ളത് അപ്പോഴൊക്കെ വരുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്കൂളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ലൈബ്രറിയും നല്ല സൗകര്യവും കമ്പ്യൂട്ടർ ലാബും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ പൊതുവേ എന്താ ചെയ്യുന്നത്, 4 മണി കഴിഞ്ഞാൽ അടിച്ചിട്ട് ഒരു വർഷത്തിലേക്ക് കൂടിയാൽ ഒരു 180 ദിവസം 210 വർക്കിംഗ് ഡേ പറഞ്ഞാൽ ഒരു 180 വർക്കിംഗ് ഡേക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ പകുതി ദിവസം ഇതൊക്കെ എന്തിനുണ്ട്, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കുട്ടികൾ ഒരു 6 മണിയോ 5 മണിയോ ഒക്കെ ആവുന്ന രൂപത്തിൽ സ്കൂൾ തുറക്കുകയും രാവിലെ തന്നെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ വന്ന് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു എപ്പോഴും ഓപ്പൺ ആയിരിക്കുന്ന അപ്രോച്ചബിൾ ആയിരിക്കുന്ന ആക്സസ് ഉള്ള ഒരു സ്കൂൾ എന്നുള്ളതാണ് നമ്മൾ. അതായത് അറിവ് എന്ന് പറയുന്ന ഒരു മൂഡ് കൂടിയാണ് പലപ്പോഴും. ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മൾ വായിക്കുന്ന സമയം, എഴുതുന്ന സമയം, പഠിക്കുന്ന സമയമൊക്കെ കൃത്യമായിട്ട് 8 to 4 ഒന്നുമില്ല. അപ്പോൾ രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ആക്കിയെടുക്കാൻ കഴിയും. കുട്ടികൾ ആ രൂപത്തിലേക്ക് വളർന്നു വരും. നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം ഇപ്പോൾ നിങ്ങൾ ഭിത്തിയിലൊക്കെ നോക്കിയാൽ ഒരു വര പോലെ ഒരിടത്തും കാണില്ല. കാരണം കുട്ടികൾ സെൽഫ് ഡെവലപ്ഡാണ്. അവർക്ക് ഒരു വേസ്റ്റ് കണ്ടാൽ, ഒരു പേപ്പർ കണ്ടാൽ അതൊക്കെ അവർ സ്വയം എടുക്കാൻ അവർ പഠിക്കും. അവർ തന്നെ അത് ക്ലീൻ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഒരു പക്വതയോടുകൂടി വളർത്തിയെടുക്കുകയും ആ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെയോ ആണ് എന്നുള്ള, ഇവനിലൊരു പക്വതയുണ്ട് എന്നുള്ള ഒരു ബഹുമാനം തോന്നുന്ന രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കണ്ട് യെസ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക്, വെൽഡൺ എന്ന് പറയുന്ന രൂപത്തിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഏതൊക്കെ രീതിയിലാണ് സജ്ജമാക്കുന്നത്? ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്താണ് സമൂഹം എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണോ, ഞാൻ പുറത്താണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ തന്നെയാണ് സമൂഹം. എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ സമൂഹം. അപ്പോൾ കുട്ടികൾ, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ കുട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുകയല്ല, സമൂഹത്തിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ മുതിർന്നവരെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അടുത്ത വീട്ടിലേക്ക് പോകരുത്, അപ്പുറത്ത് പോയി കളിക്കരുത്, ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത്, അയാളുടെ അടുക്കരുത്, പിന്നെ മാർക്കറ്റിലേക്ക് പോകരുത്, ലോഡിങ്ങുകാരുടെ അടുത്തേക്ക് പോകരുത്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ അടുത്തേക്ക് പോകരുത്. ഇതൊക്കെയാണ് സമൂഹം. ഇതാണ് ശരിക്കും സമൂഹം. യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാന വർഗവും അടിസ്ഥാന ജീവിതവുമാണ് സമൂഹം. ഉപരിവർഗം വളരെ കുറച്ചേ ഉള്ളൂ, 5% താഴേക്ക് ഉണ്ടാവും. നമ്മൾ ഈ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്ന ഈ ഇടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു 5% ഉള്ളൂ. 95% എന്താണ്, ഈ അടിസ്ഥാന വർഗമാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? ഇപ്പം നിങ്ങൾ നിഷ എങ്ങനെ ജീവിക്കും? നമ്മൾ ജീവിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ല. നമുക്ക് വേണ്ടി ജീവിക്കാൻ കഴിയില്ല. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിചാരിക്കുക, അയാൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പൈസ കൊടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയ ആളാണ്, ബാങ്ക് ലോണില്ല, അയാൾ 4 ലക്ഷം രൂപ കൊടുത്ത് ഓട്ടോ വാങ്ങിയാൽ അയാൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കാരണം സ്റ്റാൻഡിൽ വന്ന് മറ്റൊരാൾക്ക് സേവനം കൊടുത്ത് അയാളുടെ 50 രൂപ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജീവിക്കാൻ പറ്റുക. അതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമല്ല, ജില്ലാ കലക്ടർ ആണെങ്കിലും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അയാൾ പഠിച്ചു മിടുക്കനായി സമർത്ഥനായി സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ശമ്പളം ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? ഓരോ പൗരൻ്റെയും നികുതിയിലാണ്. ഓരോ പൗരനും അടയ്ക്കുന്ന നികുതിയിലാണ് അയാളുടെ ശമ്പളം ഇരിക്കുന്നത്. അത് ആരായാലും ശരി, ഒരു പ്രൈം മിനിസ്റ്റർ, അയാളുടെ ശമ്പളം ഇരിക്കുന്നതും ഒക്കെ നമ്മളുടെ ആളുകളുടെ കയ്യിലാണ്. അതായത് ഓരോ മനുഷ്യനും ജീവിതം ദൈനംദിന ജീവിതം നടന്നു പോകുന്നത് മറ്റുള്ള ആളുകളുടെ കയ്യിലാണ് നമ്മുടെ ക്യാഷ് ഇരിക്കുന്നത്. നല്ല സേവനമോ നല്ല ഉൽപ്പന്നമോ നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ പകരം നമുക്ക് തരും. അപ്പോൾ കുട്ടികളെ ഇത് നമ്മൾ പഠിപ്പിക്കണം. നീ പഠിച്ച് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നല്ല. നീ പഠിച്ച് മിടുക്കനായാലും നീ നാളെ ഒരു ഓട്ടോറിക്ഷയുമായി നിങ്ങൾ ടൗണിൽ ഇറങ്ങിയാൽ, ഓട്ടോ സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ, അവിടെയുള്ള ആളുകൾ ആദ്യം വിളിക്കുന്ന ഓട്ടോ നിങ്ങളായിരിക്കണം. ഫസ്റ്റ് നീ ആയിരിക്കണം. നീ അവിടെ ഇല്ലെങ്കിലേ മറ്റൊരാളെ എന്ത് ചെയ്യാവും, അന്വേഷിക്കാവും. അത്രയും നല്ല സേവനം കൊടുക്കാനും ആളുകളെ പരിഗണിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതിനുവേണ്ടി നമ്മൾ
ലൈബ്രറി വിസിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അംഗൻവാടി വിസിറ്റ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ഉണ്ട്, ക്യാൻസർ സെൻറ്റർ വിസിറ്റ് ഉണ്ട്, തുടങ്ങിയ ഒട്ടനവധി വിസിറ്റുകളുണ്ട്. മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും. ഗ്രാമീണ വിസിറ്റ് ഉണ്ട്. കേരളപ്പിറവിക്ക് നമ്മളതാ പോകുന്നത്, നാട് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ഒന്നുമില്ല, നാട്ടിൽ ചെല്ലുക, ഏതെങ്കിലും കുറച്ച് കർഷകരെ കാണുക, അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, എല്ലാ നാട് തന്നെ. കർഷകനോട് ചോദിക്കുക അയാളുടെ ഒരു ദിവസം എങ്ങനെ. നമ്മൾ പലപ്പോഴും വലിയ വലിയ പ്രഗത്ഭരുടെ കാണും, എ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം. എൻ്റെ അയാൾ ഇങ്ങനെ പറയും, ഞാൻ 5 മണിക്ക് എണീക്കും, 5 മണി മുതൽ 5:30 വരെ യോഗ ചെയ്യും, 5:30 മുതൽ 6:30 വരെ അയാൾ ജിം ചെയ്യും, അത് കഴിഞ്ഞ് അയാൾ നടക്കാൻ പോകും. ഒരു കർഷകൻ്റെ ഒരു ദിവസം നമുക്കറിയാം. കുഞ്ഞുങ്ങൾ അറിയണ്ടേ? ഒരു പശുവിനെ, ഒരു ക്ഷീര കർഷകൻ വീട്ടിൽ പശുവിനെ കറക്കുന്ന ഒരാളുടെ ദിവസം അറിയാം, 3:30 മണിക്ക് അയാൾ എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇതെല്ലാം അറിയണം കുഞ്ഞുങ്ങൾ. ഒരു സാധാരണ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ ദിവസം അറിയണ്ടേ? തൻ്റെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടായിരിക്കും പലപ്പോഴും ആ സ്ത്രീ ജോലിക്ക് പോകുന്നത്. 60-65 വയസ്സുള്ള സ്ത്രീകൾ, 70-65 വയസ്സൊക്കെ ഉള്ള അമ്മമാർ ഇത്തരം ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യനെ അവമതിക്കാതിരിക്കുന്നതിനെ കുറിച്ചും കുട്ടികൾ പഠിക്കും. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് കർഷകനെയാണ്. പക്ഷെ പലപ്പോഴും സർക്കാർ സർവീസ് സംവിധാനങ്ങളിലൊക്കെ ഒരു കർഷകൻ ചെന്നാൽ അയാൾക്ക് കിട്ടുന്ന പരിഗണന എന്താണെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. എത്ര പ്രാവശ്യം അയാൾ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ അയാൾക്ക് അത് കിട്ടുന്നത്. അപ്പോൾ എല്ലാ തൊഴിലിനെയും ബഹുമാനിക്കുന്ന, എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന ഒരു ഇൻക്ലൂസീവായ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറുന്ന കുഞ്ഞുങ്ങൾ. ലോകത്തിലെ കലുഷിതമാണ്, കലാപകലുഷിതമായി രാജ്യം മാറുമ്പോൾ, സമൂഹം മാറുമ്പോൾ അവിടെ ഒരു തിരുത്തലായി മാറാനും ഇതാണ് ശരിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന ചില ആളുകൾ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്, ആ സമൂഹം നല്ല രൂപത്തിലേക്ക് വരും. അതിലേക്കുള്ളൊരു കുഞ്ഞായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള, സാമൂഹ്യ ഇടപെടലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾ ചെറിയ ചെറിയ ചാരിറ്റി കഴിയും, ആ ചാരിറ്റി ഞങ്ങൾ അതിൽ അർഹതപ്പെട്ടവർ കൊണ്ടുകൊടുക്കും. ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞു മനസ്സിൽ ഇത്തരം ചിന്തകൾ വളരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികളിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉള്ള ഒരു പങ്കിനെ കുറിച്ച്. തീർച്ചയായും നമ്മളൊരു വിദ്യാഭ്യാസം എന്ന ട്രയാങ്കിൾ, കുട്ടി, രക്ഷിതാവ്, ടീച്ചർ, ട്രയാങ്കിൾ ആണല്ലോ. സ്വാഭാവികമായും ഈ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വളരെ വലിയ പങ്കുണ്ട്. അധ്യാപകർ നമ്മൾ അവരെ ബി.എഡും PG ഒക്കെ കഴിഞ്ഞു വന്ന ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഏറ്റവും നല്ല ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. 100 hours ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. 100 മണിക്കൂർ ട്രെയിനിങ് ഉണ്ട്, എല്ലാ ആഴ്ചയിലും ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ PhD തന്നെ ദ ഇമ്പാക്റ്റ് ഓഫ് ട്രെയിനിങ് ഓൺ പ്രൊഡക്ടിവിറ്റി, അതാണ് വിഷയം. ഈ ട്രെയിനിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റിപ്പിട്ടാൻ കഴിയാം, പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് എവറി 3 months നമ്മൾ പേരൻസിനെയും വിളിക്കും, അവർക്ക് കൊണ്ട് ട്രെയിനിങ് ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ പേരൻസിനെ എപ്പോൾ വിളിച്ചാലും അവരെന്ത് ചെയ്യും, ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരും. അതായത് സാധാരണ മീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിലും ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പേരൻസ് പൊതുവെ വരും. ഒരുവിധം പേരൻസൊക്കെ ഒരുവിധം എല്ലാ പ്രോഗ്രാംസിലും വരും, എപ്പോഴും വരും. അപ്പോൾ ഈ രക്ഷിതാവ് പുറത്തുള്ള ആളല്ല, രക്ഷിതാവ് സ്കൂളിനകത്തുള്ള ആളാണ്. കുട്ടിയുടെ ആൾ തന്നെ, കുട്ടിയെപ്പോലെ തന്നെയാണ് രക്ഷിതാവ്. അതുകൊണ്ട് ക്ലാഷ് ഇല്ല രക്ഷിതാക്കളും അധ്യാപകരും പേരൻസും തമ്മിൽ, കുട്ടികളും തമ്മിൽ. പലപ്പോഴും നമ്മൾ വന്നുകൊണ്ടുണ്ടായിരുന്നൊരു പ്രശ്നം, രക്ഷിതാക്കൾ അവരുടേതായ ചില കാഴ്ചപ്പാടുകളായിട്ട് വരും. നമ്മൾ പക്ഷേ അത് പൂർണ്ണമായി സ്വാഗതം ചെയ്യും. ഒരു രക്ഷിതാവിന് വേണ്ടി മാത്രം വേണമെങ്കിൽ മണിക്കൂറുകളോളം ഞാൻ സംസാരിക്കും. കാരണം അതായത് അവിടെ കൺവിൻസ്ഡ് ആവണം. കൺവിൻസ് ആകാതെ അവർക്ക് തിരിച്ചു പോകുമ്പോൾ അവരിലുള്ള അസംതൃപ്തി ഉണ്ടാവും. പൊതുവേ രക്ഷിതാവിന് മാർക്കാണല്ലോ ഒരു ഘടകം. മാർക്ക് കിട്ടുകയാണ്. ഇപ്പോൾ അവർക്ക് ആ മാർക്കിനേക്കാൾ ഉപരി ക്വാളിറ്റി, എൻ്റെ കുട്ടിയുടെ ക്വാളിറ്റി, അവൻ ഇത് ചെയ്യാൻ പറ്റുന്ന, ഇവൻ അതുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ശരിയായ ചോദ്യം. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അധ്യാപകർക്കുള്ള പരിശീലനം, രക്ഷിതാക്കൾക്കുള്ള പരിശീലനം, അതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള ലൈഫ് സ്കിൽ ട്രെയിനിങ്, അത് നമ്മൾ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ. ഉദാഹരണത്തിന് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഇവിടുന്ന് എല്ലാ ദിവസവും പല്ല് തേപ്പിക്കും. 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമായി. പേസ്റ്റും ബ്രഷും ഒക്കെ ക്ലാസ് റൂമിൽ തന്നെയുണ്ട്. പല്ല് എങ്ങനെയാണ് തേക്കേണ്ടത്, സാധാരണ നമ്മൾ പല്ല് തേക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെയല്ല പല്ല് തേക്കേണ്ടത്. പല്ല് തേക്കേണ്ട രീതി അവരെ പഠിപ്പിക്കും. 1 മുതൽ 5 വരെ 5 വർഷം പഠിപ്പിക്കും. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് എല്ലാ ദിവസവും കുട്ടികൾ ഇവിടുന്ന് തന്നെയാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ പരിശീലിപ്പിക്കുകയാണ്, പറച്ചിലല്ല. ഇപ്പോൾ ഒരു ചെയർ എടുത്ത് മാറ്റിയിടുന്നത് എങ്ങനെയാണ്, നമ്മൾ പൊതുവേ ഒരു ഫംഗ്ഷനിലൊക്കെ പോയാൽ, ഒരു സമ്മേളനത്തിന് പരിപാടിക്ക് പോയാൽ ഓഡിറ്റോറിയത്തിൽ കുറേ ചെയറുണ്ടാവും. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ചെയർ എന്ത് ചെയ്യും, നേർക്കും. എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇരിക്കുമ്പോൾ ഹാളിൽ മുഴുവൻ ചെയർ ഡ്രാഗ് ചെയ്യുന്ന സൗണ്ട് ആവും. ഇത് കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതാണ് ചെറിയ ക്ലാസ്സിൽ. ഒരു ചെയർ എടുത്ത് മാറ്റിയിടുന്നതിന് 6 സ്റ്റെപ്പ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു പെൻസിൽ പിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നോർമലി പെൻസിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്ന ഒരു രീതിയുണ്ട്, ഹോൾഡിങ് ദ പെൻസിൽ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മോണ്ടിസോറി മെത്തഡോളജിയാണ്. അതിന് സിലിണ്ടറിക്കൽ ബ്ലോക്സ് എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ എക്യുപ്മെൻറ്റ്.
ഈ മോണ്ടിസോറിയിൽ 350ഓളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഓരോന്നിനും ഓരോ എക്യുപ്മെൻ്റ് ഉണ്ട്. നമ്മൾ വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. അവരായി വന്നൊരു പ്രക്രിയയുണ്ട്. ജനിച്ചത് മുതൽ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ ജപ്പാൻ ആദ്യത്തെ 15 ദിവസം കുട്ടികളെ ക്ലാസ് റൂം ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കുക, ഏപ്രൺ കെട്ടിക്കൊണ്ട് കുക്കിംഗ് ഇങ്ങനെ പഠിപ്പിക്കുക, വീണ്ടും അവൻ്റെതായ കുക്കിംഗ്. ചൈൽഡ് ഫ്രണ്ട്ലി ആണ് ടീച്ചറൊക്കെ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോലെ നമ്മൾ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മാക്മില്ലൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. CBSE സിലബസ് ആണ്, അഫിലിയേറ്റഡ് സ്കൂളാണ്, ISO അംഗീകാരമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി മാക്മില്ലൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിക്കുന്നത്. പ്രീ KG ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു 200ഓളം ആക്ടിവിറ്റീസാണ് പ്രീ KG കഴിയുമ്പോൾ കുട്ടിയെ എഴുതിക്കില്ല, പ്രീ KG എഴുതിക്കില്ല. കുട്ടി എല്ലാ ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഒക്കെ നമ്പേഴ്സും ഒക്കെ കുട്ടി ഐഡൻറ്റിഫൈ കൃത്യമായിട്ട് പറയും. മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടി കുട്ടി പക്ഷേ എഴുതിക്കില്ല. പ്രീ KG നമ്മൾ എഴുത്ത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി 1 മുതൽ നമുക്ക് 6th ക്ലാസ് വരെ മാക്മില്ലൻ തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ 6th എന്ത് ചെയ്തു, മാക്മില്ലനിലേക്ക് മാറി. കാരണം തമസ്കരിക്കപ്പെടുന്ന ചരിത്രങ്ങളും ഒഴിവാക്കപ്പെടുന്ന ശാസ്ത്ര പാഠഭാഗങ്ങളും ഒക്കെ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വെല്ലുവിളിയാവും. അതുകൊണ്ട് ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ അധ്യാപകർക്ക് കൃത്യമായൊരു ധാരണയുണ്ട് കുട്ടികൾ എന്ത് നേടണമെന്നുള്ളത്. ആ എക്സ്ട്രാ ഞങ്ങളൊക്കെ നേടിയിരിക്കും. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. എവിടെയാണോ കുട്ടികൾക്ക്, അതായത് ലേണിംഗ് ലീക്കേജ് ഉണ്ട്, ലേണിംഗ് ലോസും ഉണ്ട്, രണ്ടുമുണ്ട്. ലേണിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാഠഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കില്ല, ആവശ്യമുള്ളത് കട്ട് ചെയ്തില്ല, ലേണിംഗ് ലോസ് ആണെന്ന്. ലേണിംഗ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ശരിയായി പഠിപ്പിക്കാതിരിക്കലാണ്, അത് ലീക്കായി പോകുന്നതാണ്. ഈ ലേണിംഗ് ലീക്കേജും ലേണിംഗ് ലോസും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് ഇൻ്റർനാഷണൽ സിലബസുകൾ തന്നെ പരിശോധിച്ച് പരതി അതിൽ നിന്ന് തേടിയെടുത്തുകൊണ്ട് മിസ്സാവുന്ന കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഫോണറ്റിക്സ്, ഇൻ്റർനാഷണൽ ഫോണറ്റിക്സ് ട്രെയിനിങ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറേ ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, കുറേ ഇംഗ്ലീഷ് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, അതിൽ തന്നെ കേരള ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ബ്രിട്ടൻ, UK, ലണ്ടനിലെ ഇംഗ്ലീഷാണ് നമ്മൾ പൊതുവെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇംഗ്ലീഷ് നമ്മൾ സ്കൂളിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആണ് ഫോണറ്റിക്സ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ എത്ര ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ഉണ്ട് ചോദിച്ചാൽ എല്ലാവരും പറയും 26 എന്ന് പറയും. എത്ര സൗണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആൾക്കറിയാം? വവൽസ്, ഡിഫ്തോങ്സ് ആൻഡ് കോൺസണൻസ് എത്രയുണ്ട്? ആ 44 സൗണ്ടുകളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലോകത്തിൽ എവിടെ പോയാലും എങ്ങനെയും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒരു 9th ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൗൺസിൽ ബെക്കിൻ്റെ എക്സാം കുട്ടികൾ എഴുതിക്കും. ഒരു മിനിമം 6.5, 7 എങ്കിലും കുട്ടികൾ സ്കോർ ചെയ്യുന്ന രൂപത്തിലേക്ക് ട്രെയിനിങ് ഉണ്ടാവും. IELTS പോലുള്ള എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് 7.5 സ്കോർ ചെയ്യാൻ വലിയ വിഷമം ഉണ്ടാവില്ല. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളുടെ ജീവിതം വളരെ എളുപ്പകരമായി മാറും. അപ്പോൾ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്, പേരൻസിനുള്ള ട്രെയിനിങ്, കുട്ടികൾക്കുള്ള ലൈഫ് സ്കിൽ ട്രെയിനിങ്, മാനേജ്മെൻറ്റിനുള്ള ട്രെയിനിങ്, ഈ ട്രെയിനിങ് മേഖലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളന്ന് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഈ രക്ഷിതാക്കളെയും അധ്യാപകരെയും കുട്ടികളെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ചരടിൽ കോർത്ത മുത്ത് പോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു. ഈ പ്രീ KGയിലൊക്കെ കുട്ടികളെ സ്റ്റഡി ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി? പ്രീ KGയിലുള്ള കുട്ടി 2.5 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. നോർമലി 3 വയസ്സ്. 2.5 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. നമ്മൾ പറയും 2.5 വയസ്സുള്ള കുട്ടി, പക്ഷേ ഒരു 2.5 വയസ്സും 3 വയസ്സുള്ള കുട്ടികളിൽ 4000 പദങ്ങളുള്ള കുട്ടിയാണ്. അവരുടെ വെക്കാബുലറി 3000 മുതൽ 4000 വരെ വരും. അത്രയും പദങ്ങൾ ആ കുഞ്ഞിനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന ചെറിയ ആളല്ല കുട്ടി. ഇനി നമ്മൾ നോക്കും, പുതിയ ഫാഷനുകൾ, മോഡലുകളൊക്കെ വരുമ്പോൾ ഇപ്പം ഹെയർ സ്റ്റൈല്, ഡ്രസ്സ്, ഇതൊക്കെ ആദ്യം മാറ്റുന്ന ആരാണ്? മുതിർന്നവരാണോ കുട്ടികളാണ്? എന്തുകൊണ്ടായിരിക്കും? അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പെട്ടെന്ന് അതിലേക്ക് വരും, മുതിർന്നവർ പതുക്കെ വരുള്ളൂ. എ ചൈൽഡ് ക്യാൻ ലാഫ് 300 to 400 times a day. ആൻ അഡൽട്ട് ക്യാൻ ലാഫ് 10 to 15 times a day. അതൊരു പ്രധാനപ്പെട്ട. ഒരു കുട്ടി 300 മുതൽ 400 പ്രാവശ്യം ചിരിക്കും. മുതിർന്നവർ 10, ചിലവർ ചിരിക്കുകയില്ല. ചിരിക്കാൻ കാരണം കിട്ടിയാൽ ചിരിക്കില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാകുന്നത് കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ സിമെൻറ്റിങ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫോണറ്റിക്സ് പോലെയുള്ള ബേസിക് ആയ കാര്യങ്ങൾ ഈ 3 വയസ്സിൽ കുട്ടിക്ക് കൊടുത്താൽ പെട്ടെന്ന് കുഞ്ഞ് പഠിക്കും. ഇനി നിങ്ങൾ നോക്കൂ, കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് കുട്ടിയെന്ന് വിളിക്കുക? ഇപ്പോൾ ഒരു സിനിമാ പാട്ട് ഇറങ്ങിയായിരിക്കുക, ഇല്ലുമിനാണ്ടി പാട്ട് നിങ്ങൾക്ക് അറിയാം, ഫുള്ളായിട്ട് അറിയാം. പക്ഷേ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ചെയ്യുക? അതിന് മുഴുവൻ വരികളും അറിയാം. ഏത് പാട്ടുകളിലും പഠിക്കും പെട്ടെന്ന്. ദേ ആർ ഫാസ്റ്റ് ലേണേഴ്സ്. അവർക്ക് ഇൻട്രസ്റ്റ് ആവണമെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പ്രീ KG, പ്രത്യേകിച്ച് ഈ 3 വയസ്സുള്ള 2.5 വയസ്സിനുള്ള പ്രീ KG എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ ഒരു നല്ല ഓഡിയോ വിഷ്വൽ റൂമുണ്ട്, മൾട്ടിമീഡിയ റൂമുണ്ട്, ലേണിംഗ് ഏരിയ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്ലേ ഏരിയ ഉണ്ട്, വാട്ടർ ഏരിയ ഉണ്ട്, സ്ലീപ്പിംഗ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, ഡ്രസ്സപ്പ് ഏരിയ ഉണ്ട്. എല്ലാ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഒരു വീട് പോലെ തോന്നുന്ന രൂപത്തിലാണ് നമ്മൾ ഈ പ്ലേ ക്ലാസ് സംവിധാനിച്ചിട്ടുള്ളത്.
പിന്നെ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്, മൈക്കുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ സ്കൂളിൽ വരുന്ന അവരെന്തിനു വേണ്ടിയാണ്? ദേ ആർ എൻജോയിങ് ദർ ലൈഫ്. പക്ഷെ ആ എൻജോയ്മെന്റിന്റെ ഇടയിലൂടെ ഈ കളിയുടെ ഇടയിലൂടെ എന്ത് വ്യത്യാസം അവരറിയാതെ പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ നമ്മൾ ക്ലാസ് മുറിയിൽ നടന്ന ആക്ടിവിറ്റീസ് പ്ലേവേ മെത്തേഡാണ്, പുറത്ത് കളിക്കുന്നത്. ഈ രണ്ട് കളി നമ്മൾ വ്യത്യാസം. ക്ലാസ് മുറിയിൽ നടക്കുന്ന പ്ലേവേ മെത്തേഡ് എന്ന് പറയുന്നത്, ആ പ്ലേ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒബ്ജക്റ്റീവിനുള്ള പ്ലേ ആണ്. ഈ കളിയിൽ നിന്നും ഇങ്ങനെ ഒരു ഔട്ട്കം കിട്ടണം എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് ആണ് ഈ ഗെയിം എന്ന് പറയുന്നത്, ഈ പ്ലേ എന്ന് പറയുന്നത്. അത് ഏകദേശം 300ഓളം ആക്ടിവിറ്റീസ് ഉണ്ട്. ആ 300 കഴിയുമ്പോൾ അയാളുടെ പ്ലേ സ്കൂൾ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അവസാനം ഒരു ക്വസ്റ്റ്യൻ, അഡ്മിഷന്റെ രീതികളെ കുറിച്ചും കൂടി. തീർച്ചയായും അഡ്മിഷൻ ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും അഡ്മിഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികളെ നോക്കിയാൽ കേരളത്തിലുള്ള കുട്ടികൾ മാത്രമല്ല, ഡൽഹിയിലുള്ള കുട്ടികൾ, മണിപ്പൂരിലുള്ള കുട്ടികൾ, അതുപോലെ തന്നെ പേരൻസ്, ഇന്ത്യക്ക് പുറത്തുള്ളവർ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ഏൽപ്പിച്ച് പോയ കുട്ടികൾ, കുറേ കുട്ടികളുണ്ട് പേരൻസ്. ഇത് അഡ്മിഷൻ എല്ലാവർക്കും ഓപ്പണാണ്. ചെറിയ പൈസയേ ഉള്ളൂ. ഒരു മാസം 2000 രൂപ, 2100 ഒരു മന്ത്ലി ഫീസുള്ളൂ. ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യവും ഏതൊക്കെ? ഈ പറയപ്പെടുന്ന അക്കാഡമിക്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അക്കാഡമിക് ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ്, അതുപോലെ തന്നെ കരാത്തെ, തന്നെ അബാക്കസ്, ദെൻ മ്യൂസിക്, ഗിത്താർ, അതുപോലെ തന്നെ കീബോർഡ്, സ്കേറ്റിങ്, തന്നെ റോബോട്ടിക്സ്, ഈ പറയപ്പെടുന്ന എല്ലാം, ഒന്ന് സ്പോർട്സിൽ ഫുട്ബോൾ, ഖോഖോ തുടങ്ങിയ എല്ലാ സംഗതികളുമുണ്ട്. ഇതെല്ലാം കൂടി 2000 രൂപയാണ് ഒരു മാസത്തെ ഫീസ് വരുന്നത്. ഒരു മാസം ഇതെല്ലാം കൂടെ കൂടി. പിന്നെ ബസ് ഫീസും അതിൻ്റെ എവിടെയാണോ ആ ദൂരത്തിനനുസരിച്ച് കൊണ്ട് കുട്ടികളെ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ ബാക്കി ഞങ്ങളെ ഏറ്റു. രക്ഷിതാക്കൾക്ക് ഒരിക്കലും ബേർഡനാവില്ല. നോ ട്യൂഷൻ, നോ ഹോംവർക്ക്. അത് ഞങ്ങൾ നടപ്പിലാക്കി തരുന്നതാണ്. നിങ്ങൾ LKG തരുന്ന കുട്ടിയെ 2ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വന്നാൽ, 3ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വന്നാൽ, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 100% ഗ്യാരണ്ടീഡ് ആണ്. അതിലൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ പൂർണ്ണമായും 100% വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിക്കാം. അത് ഞങ്ങൾ പൂർണ്ണമായും ആ രക്ഷിതാക്കളെക്കാൾ ഉത്തരവാദിത്തോടു കൂടി എന്ത് ചെയ്യും? അവരെ വളർത്തിയെടുക്കും. ഇതാണ് അഡ്മിഷൻ ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ. ഇപ്പോൾ നമുക്ക് കുറേ കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലെ കുട്ടികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കുട്ടികൾക്ക് കുറേയും കൂടി ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാനുള്ള അവസരം കൂടി. ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ സാറാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ഇന്നത്തെ വ്യക്തിയിൽ ചെലവഴിച്ചത്, വിശേഷങ്ങൾ പങ്കുവച്ചത്. ഒരു സ്കൂൾ എങ്ങനെയാവണം, സ്കൂളിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാവണം, അവരെ സമൂഹത്തിലേക്ക് എങ്ങനെ മാതൃകയാക്കി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഇറക്കണം എന്നെല്ലാം നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കതെല്ലാം ആ ഒരു അറിവുകളെല്ലാം പങ്കുവെച്ച് തന്നു. പിന്നെ സാറിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതുള്ളത്, അതായത് ലൂക്ക് സ്കൂളിനെ കുറിച്ചുള്ള, വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള, അത് ഒരുവിധമെല്ലാം സാറ് ഈ ഒരു 3 വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു സ്കൂളിൽ നടപ്പിലാക്കി. ഇനിയും ഒട്ടേറെ സ്വപ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടിയിട്ടും സാറ് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പദ്ധതികളെല്ലാം നടപ്പിലാകുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം.